1972 ഉറുഗ്വേയിൽ നിന്ന് ചിലി എന്ന സ്ഥലത്തേക്ക് ഒരു ഫ്ലൈറ്റ് പോയിരുന്നു. ആ ഫ്ലൈറ്റിൽ 19 റഗ്ബി പ്ലേയേഴ്സും കൂടെ കുറച്ച് നോർമൽ പാസഞ്ചേഴ്സും ചേർന്ന് മൊത്തം 45 പാസഞ്ചേഴ്സ് ആയിരുന്നു ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയിരിക്കെ വലിയ വലിയ മഞ്ഞുമലകൾക്ക് നടുവിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്ലൈറ്റ് ക്രാഷായി ആ 45 പേരും ആ മഞ്ഞുമലകൾക്ക് നടുവിൽ പെട്ടുപോകുന്നുണ്ട്. അവർ ആ കൊടും തണുപ്പിൽ ഭക്ഷണം പോലുമില്ലാതെ എങ്ങനെയാണ് സർവൈവ് ചെയ്തത്, അവിടുന്ന് രക്ഷപ്പെട്ടോ എന്നൊക്കെ നമുക്ക് കാണിച്ചു തന്ന 2023 പുറത്തിറങ്ങിയ സ്പാനിഷ് അഡ്വഞ്ചർ സിനിമയാണ് സൊസൈറ്റി ഓഫ് ദ സ്നോ. അവരുടെ അതിജീവനത്തിന്റെ കഥ നമുക്കൊന്ന് കേട്ടു നോക്കാം. സോ വൺസ് അഗെയിൻ ഇറ്റ്സ് മീ, വെൽക്കം ബാക്ക് ടു മൂവി മന്ത്ര മലയാളം. ഈ കഥ നടക്കുന്നത് 1972 ഒക്ടോബറിലാണ്. അക്കാലത്ത് റഗ്ബി എന്ന ഗെയിം വളരെ ഫേമസ് ആയിരുന്നു. ആ ഗെയിമാണ് ഇവിടെ രണ്ട് ടീമിനും ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബോൾ ഇപ്പോൾ ബ്ലൂ ടീമിനുള്ള റോബർട്ടോയുടെ കയ്യിലാണുള്ളത്. അവർ ആ ബോളും കൊണ്ട് ഗോൾ പോസ്റ്റിന്റെ അടുത്തേക്ക് ഓടിക്കൊണ്ടിരുന്നു. ടീമിലെ മറ്റംഗങ്ങളും ബോൾ പാസ് ചെയ്യാൻ അവനോട് പറയുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ ഓടിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ നടന്ന ആ മാച്ചില് ബ്ലൂ ടീം തോറ്റുപോയി. ടീമിന്റെ ക്യാപ്റ്റനും നീ എന്താ ചെയ്തേ, ബോൾ പാസ് ചെയ്യാൻ പറഞ്ഞിട്ട് നീ എന്താ ചെയ്യാതിരുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ റോബർട്ടോയും എന്തിനാ ഇങ്ങനെ ഓവറായിട്ട് സംസാരിക്കുന്നേ, കഴിഞ്ഞ മാച്ചിൽ ഞാൻ കാരണമാണ് ജയിച്ചത് എന്ന് പറഞ്ഞതും ടീമിലെ എല്ലാവരും ചേർന്ന് അവനെ അടിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഗെയിം അവസാനിച്ച ശേഷം ആ ടീമിലുള്ള പയ്യന്മാരെല്ലാം ഒരു ട്രിപ്പ് പോകാമെന്ന് പ്ലാൻ ചെയ്തു. ഇവരുള്ള സ്ഥലത്ത് നിന്ന് മഞ്ഞുമലകളൊക്കെ താണ്ടി ചിലി എന്ന സ്ഥലത്തേക്ക് പോകാൻ ഇപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് വളരെ ചീപ്പ് റേറ്റിലാണുള്ളത്. സോ അവിടേക്ക് പോയിട്ട് വരാമെന്ന് തീരുമാനിച്ചു. ഇപ്പോൾ ആ ട്രിപ്പിന് പോകാനായി ടീമിലെ എല്ലാവരും സമ്മതിച്ചെങ്കിലും നുമ എന്നൊരു പയ്യൻ മാത്രം അതിന് സമ്മതിച്ചില്ല. അവന് സമ്മതിപ്പിക്കാനായി 2 പയ്യന്മാർ വരും. എന്നിട്ട് അവൻ എന്താ ട്രിപ്പിന് വരാത്തത് എന്ന് ചോദിച്ചു. അതിനവനും വേറൊന്നും കൊണ്ടല്ല, ഞാൻ LLBക്കാണ് പഠിക്കുന്നത്, നിങ്ങൾക്കറിയാലോ എക്സാം ഒക്കെ അടുത്തിരിക്കുകയാണ്, റഗ്ബി ഗെയിം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും ഫ്രണ്ട്സ് പുറത്ത് സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്, എക്സാം എല്ലാം എന്തായാലും മാറ്റിവെക്കും, അതുകൊണ്ട് മര്യാദയ്ക്ക് ഈ ട്രിപ്പിന് വരുന്ന വഴി നോക്ക് എന്ന് പറഞ്ഞതും വേറെ വഴിയില്ലാതെ നുമയും ട്രിപ്പ് പോകാമെന്ന് സമ്മതിക്കും. അങ്ങനെ അവർ സാന്റിയാഗോയിൽ നിന്ന് ചിലിയിലേക്ക് പറക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ ആ ഫ്ലൈറ്റിൽ മൊത്തം ട്രാവൽ ചെയ്യാൻ പോകുന്നത് ഈ റഗ്ബി ടീമിലുള്ള 19 പേര്, 21 കോമൺ പീപ്പിൾ, പിന്നെ ഫ്ലൈറ്റിന്റെ ക്യാപ്റ്റനും ക്രൂ മെമ്പേഴ്സും ചേർന്ന് 5 പേര്. മൊത്തം 45 പേരാണ് ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. മഞ്ഞ് പ്രദേശത്തുകൂടെയും വലിയ വലിയ മലകൾക്ക് മേലെയുമാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്ലൈറ്റ് പെട്ടെന്ന് ഷേക്കായി. എല്ലാവരും ഒന്ന് ഭയന്നു. അപ്പോൾ അതിലൊരുത്തൻ ഈ മലകൾക്ക് മേലെ പോകുന്ന ഫ്ലൈറ്റൊക്കെ പെട്ടെന്ന് കാണാതാവുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത് സത്യമായിരിക്കുമോ എന്ന് ചോദിച്ചതിന് വേറൊരുത്തനും നീ കേട്ടത് സത്യമാണ്, എന്നാൽ നമ്മളിപ്പോൾ സേഫ് ആയിട്ടുള്ള വഴിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇത് നോക്ക്, ഇതെല്ലാം മലകളാണ്, ഇവിടുന്ന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മലകളെ ക്രോസ് ചെയ്യാതെ 2 മലകൾക്ക് നടുവിലൂടെയുള്ള ഗ്യാപ്പ് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഫ്ലൈറ്റിനോ നമുക്കോ ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് എല്ലാവരെയും സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം കേട്ട നുമയ്ക്ക് എന്തോ തെറ്റായിട്ട് സംഭവിക്കാൻ പോകുന്നുവെന്ന് അവന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ക്യാപ്റ്റന്റെ അടുത്ത് നിന്ന് ഒരു അനൗൺസ്മെന്റ് ലഭിച്ചു. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന പാത അല്പം മോശമേറിയതാണ്, എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിക്കണമെന്ന് പറഞ്ഞതും എല്ലാവരും തിരക്കിട്ട് സീറ്റ് ബെൽറ്റ് ധരിച്ചു. ആ സമയം പുറത്ത് നല്ല മഞ്ഞുകാറ്റ് വീശുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റിൽ എന്താണ് നടക്കുന്നതെന്ന് അവർക്ക് കാണുന്നുണ്ടായിരുന്നില്ല. ഫ്ലൈറ്റ് വല്ലാതെ ആടാൻ തുടങ്ങിയതുകൊണ്ട് പാസഞ്ചേഴ്സ് വല്ലാതെ ഭയപ്പെട്ടു. ഇപ്പൊ എങ്ങനെയൊക്കെയോ ക്യാപ്റ്റൻ ആ ഫോഗിൽ നിന്നും പുറത്തു കടന്നു. പെട്ടെന്നാണ് മുന്നിൽ ഒരു മല കണ്ടത്. ക്യാപ്റ്റൻ പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റ് കുത്തനെ താഴേക്ക് ഇറക്കി അവിടുന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയെങ്കിലും അതിന് സാധിച്ചില്ല. ഫ്ലൈറ്റ് നേരെ മലയിലിടിച്ച് ഫ്ലൈറ്റിന്റെ വാൽഭാഗം വേറിട്ട് തെറിച്ചുപോയി. പാസഞ്ചേഴ്സ് ഉള്ള ക്യാബിനും വേറെ സ്ഥലത്തേക്കായി നിരങ്ങിപ്പോയിരുന്നു. അപ്പൊ ഫ്ലൈറ്റിനകത്തിരിക്കുന്ന പാസഞ്ചേഴ്സിനെല്ലാം ഒരുപാട് പരിക്കുകൾ പറ്റി. പിന്നിലിരിക്കുന്നവർ മുന്നോട്ട് വന്ന് വീഴുകയും കാലിനും കൈക്കുമെല്ലാം പൊട്ടൽ സംഭവിക്കുകയും കമ്പി കുത്തി കയറുകയും അങ്ങനെ ഓരോന്ന് സംഭവിച്ചു. എല്ലാം കണ്ണടച്ച് തുറക്കുന്നതിനുള്ളിലായിരുന്നു. മയങ്ങിക്കിടക്കുന്നവരിൽ നിന്ന് ആദ്യം കണ്ണു തുറന്നത് നുമയായിരുന്നു. അവൻ ചുറ്റും നോക്കിയപ്പോൾ റോബർട്ടോ ചെയറിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടു. ആദ്യം അവനെ രക്ഷിച്ചു. എന്നിട്ട് അവന്റെ മറ്റു ഫ്രണ്ട്സിന് എന്താണ് സംഭവിച്ചത് എന്ന് വന്നു നോക്കി. അപ്പോൾ അവിടെ ഒരുപാട് പേര് മരിച്ചു പോയിരുന്നു. ഒരു പെൺകുട്ടി കൺമുന്നിൽ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവരുടെ ടീമിൽ ഒരുത്തന്റെ കാലില് കമ്പി കുത്തിയത് കണ്ട് മറ്റുള്ളവർ അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ഇവരോടൊപ്പം ഒരു മെഡിസിന് പഠിക്കുന്ന പയ്യനുമുണ്ട്. അവൻ
അവൻ സംസാരിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് അവന്റെ കാലിൽ പിടിച്ച് തിരിച്ചു. അങ്ങനെ നുമയും ഫ്രണ്ട്സും ചേർന്ന് ക്യാപ്റ്റന്റെ അടുത്തേക്ക് നെക്സ്റ്റ് എന്താണെന്ന് ചോദിക്കാനായി പോയി. ക്യാപ്റ്റനും മരണത്തിന്റെ വക്കിലായിരുന്നു. വായിൽ നിന്നും രക്തം വരുന്നുണ്ട്. ക്യാപ്റ്റന് സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നാലും എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. നുമ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്ന് ശ്രദ്ധിച്ചു കേട്ടപ്പോൾ ഇനി ദൈവത്തിന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. ക്യാപ്റ്റൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മരിച്ചുപോയി. അങ്ങനെ പെട്ടെന്ന് അവിടെയെല്ലാം ഇരുട്ടായി തുടങ്ങി. രാത്രിയായതും -30 ഡിഗ്രിക്ക് താഴെ തണുപ്പ് വന്നു. തണുപ്പ് താങ്ങാൻ കഴിയാതെ അവിടെയുള്ള എല്ലാവരും അവരുടെ ലഗേജ് എടുത്ത് മറച്ച് തൽക്കാലം ആശ്വാസം കണ്ടെത്തി. എന്നാലും അവർക്ക് നന്നായി തണുക്കുന്നുണ്ടായിരുന്നു. ഒരുത്തൻ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നുമയുടെ കൺമുന്നിൽ കിടന്ന് കരയുന്നുണ്ടായിരുന്നു. എന്നാൽ പിറ്റേ ദിവസം രാവിലെ കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവൻ അവിടെ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. അങ്ങനെ ജീവനോടുള്ളവർ ഓരോരുത്തരും കണ്ണു തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ വെയിലടിക്കുന്നത് പോലെയുണ്ട്. ഓരോരുത്തരായി പുറത്തു വന്ന് അവരെവിടെയാണുള്ളതെന്ന് ചുറ്റും നോക്കി. അപ്പോഴാണ് ഒരുപാട് പഞ്ചസാരകൾക്ക് നടുവിൽ ഒരു കടുകുമണിയിട്ടാൽ എങ്ങനെയിരിക്കും അതുപോലെയായിരുന്നു ആ പ്രദേശത്ത് അവരുടെ ഫ്ലൈറ്റ് കിടന്നിരുന്നത്. അങ്ങനെ അവരുടെ ടീംമേറ്റ്സ് എല്ലാം പുറത്തേക്ക് വന്നു. ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഇവിടുന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ഈ ടീമിലെ മാർസലോ എന്ന പയ്യൻ ടീമിനെ ലീഡ് ചെയ്ത് ഫസ്റ്റ് ആക്സിഡന്റിൽ പരിക്ക് പറ്റിയ എല്ലാവരെയും നമ്മൾ വെയിലത്ത് കൊണ്ടുവന്ന് കിടത്തണം. നമ്മളെ കൊണ്ടാവുന്നത് പോലെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം. എന്നിട്ട് എല്ലാ ലഗേജും ഓപ്പൺ ചെയ്ത് അതിൽ ഭക്ഷണമുണ്ടെങ്കിൽ അതെടുത്ത് ഒരു സൂട്ട് കേസിലേക്ക് മാറ്റണം എന്ന് പറയും. ഓൾറെഡി മരിച്ചു പോയവരെ അവിടുന്ന് കുറച്ച് ദൂരേക്ക് മാറ്റിക്കിടത്തും. ഇതുവരെ മരിച്ചു പോയത് 11 പേരാണ്. എന്നിട്ട് കുറച്ച് ഭക്ഷണമെടുത്ത് എല്ലാവരും കഴിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർക്കൊരു സൗണ്ട് കേട്ടു. അതിലെ ഒരു ഫ്ലൈറ്റ് പറന്നു പോകുന്നു. എന്നാൽ ആ സൗണ്ട് മാത്രമേ ഇവർക്ക് കേൾക്കാൻ കഴിഞ്ഞുള്ളൂ. ആ ഫ്ലൈറ്റ് എങ്ങോട്ടാണ് പോകുന്നത് എന്നിവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ വീണ്ടും ഇരുട്ടി. രാത്രിയായതും തണുപ്പ് വല്ലാതെ വർദ്ധിച്ചു. -30 ഡിഗ്രിക്കും താഴെ പോയി. എന്നിട്ട് തലേ ദിവസം എന്താണോ ചെയ്തത് അതുപോലെ ലഗേജുകൾ വെച്ച് അടച്ചുകൊണ്ടിരുന്നു. എന്നാലും ആരെങ്കിലും ഇവരെ രക്ഷിക്കാൻ വരും എന്ന വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അവർ ആ സ്ഥലത്ത് കുടുങ്ങിയിട്ട് ഇന്നേക്ക് 3 ദിവസമായി. ഈ റഗ്ബി ടീമിൽ നണ്ടോ എന്നൊരു പയ്യനുണ്ട്. അവൻ വളരെ വീക്കായതുകൊണ്ട് അവന് കഴിക്കാനായി മഞ്ഞ കട്ടയാക്കി കൊടുത്തു. എന്നിട്ട് നമുക്കെന്താ പറ്റിയത്, നമ്മളെങ്ങനെ ഇവിടെ വന്നത് എന്ന് ചോദിച്ചതിന് ഫ്ലൈറ്റ് ഒരു മലയിലിടിച്ച് നമ്മളിവിടെ കുടുങ്ങിയതാണ് എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നണ്ടോ എൻ്റെ അനിയത്തിക്ക് എന്ത് പറ്റിയെന്ന് അന്വേഷിച്ചപ്പോൾ അവൾക്കും പരിക്കുകൾ പറ്റിയിട്ടുണ്ട്, റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. നണ്ടോ എങ്ങനെയൊക്കെ ഏന്തി വലിഞ്ഞ് അവൻ്റെ അനിയത്തിയുടെ അടുത്ത് വന്ന് അവളെ കെട്ടിപ്പിടിച്ച് ചില കാര്യങ്ങൾ ആലോചിച്ചു. അതായത് ഇവർ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് എയർപോർട്ടിൽ വെച്ച് ഇവൻ്റെ പാരൻസ് ഇവനെ കെട്ടിപ്പിടിച്ച് അനിയത്തിയെ നന്നായി നോക്കണമെന്ന് പറഞ്ഞിരുന്നു. ഈ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് അവൻ വല്ലാതെ വിഷമിച്ചു. അതിനുശേഷം പുറത്ത് നന്നായി വെയിലടിക്കുന്നത് കണ്ട് മഞ്ഞുകട്ടകൾ കൂട്ടിയിട്ട് അതിൽ നിന്ന് ഉരുകി വരുന്ന വെള്ളത്തുള്ളികൾ ഒരു ബോട്ടിലേക്ക് പിടിച്ചു വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അവരെ രക്ഷിക്കാൻ വരുന്നവർക്ക് സിഗ്നൽ കൊടുക്കാനായിട്ട് അവരുടെ ലഗേജുകളെല്ലാം എടുത്തു വെച്ച് ഒരു മാർക്കുണ്ടാക്കി. ആ സമയം മേലെ ഒരു ഫ്ലൈറ്റ് പറന്നു പോകുന്നത് ഇവർക്ക് കാണാൻ സാധിച്ചു. ഇവരും താഴെ നിന്ന് അലറി വിളിച്ച് കൈ കാണിക്കുന്നുണ്ട്. അവരും ഇവരെ കണ്ടുവെന്ന് കരുതി അവരെ രക്ഷിക്കാൻ വരുമെന്ന പ്രതീക്ഷയോടെ അവരിരുന്നു. എന്നാൽ ഒരുപാട് നേരം കഴിഞ്ഞിട്ടും ആരും ഇവരെ രക്ഷിക്കാനായി വന്നില്ല. എല്ലാവർക്കും വളരെ വിഷമമായി. എന്നിട്ട് കൈക്കും കാലിനുമൊക്കെ പരിക്ക് പറ്റിയവർക്ക് അവരുടെ കംഫർട്ടിന് വേണ്ടി ചെയറെല്ലാം പുറത്തേക്ക് വലിച്ചിട്ടു. സീറ്റ് ബെൽറ്റ് എടുത്ത് വല പോലെ കെട്ടി അതിൽ ഈ പരിക്ക് പറ്റിയവരെ കിടത്തി. വീണ്ടും അതുവഴി ഫ്ലൈറ്റുകൾ അവിടേക്കും ഇവിടേക്കുമായി പറന്നു പോകുന്നുണ്ട്. ആക്ച്വലി ഈ ഫ്ലൈറ്റ് ഇവരെ റെസ്ക്യൂ ചെയ്യാനാണ് വന്നത്. എന്നാൽ ഇവരെവിടെയാണെന്ന് മനസ്സിലാവാത്തത് കൊണ്ട് ചുറ്റിക്കറങ്ങുകയാണെന്നും ഇവർക്ക് മനസ്സിലായി. ഇനി നെക്സ്റ്റ് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ഒരു പയ്യൻ പറയുന്നത്, റൂൾ ഓഫ് 3 ഒരു മനുഷ്യന് 3 മിനിറ്റ് ശ്വാസം എടുക്കാതെ 3 ദിവസത്തേക്ക് വെള്ളം കുടിക്കാതെ 3 ആഴ്ച ഭക്ഷണം കഴിക്കാതിരിക്കാൻ കഴിയുമെന്ന് പറയും. ഇത് കേട്ടതും മറ്റുള്ളവർ എന്ത് 3 ആഴ്ചയോ, എനിക്ക് 3 ദിവസം ഭക്ഷണം കഴിക്കാഞ്ഞിട്ട് തന്നെ വയറെല്ലാം എരിയുന്നുണ്ട്, പിന്നെയാ 3 ആഴ്ച, മരിച്ചു പോകുന്നു പറഞ്ഞു. അപ്പൊ നുമ ഈ ഫ്ലൈറ്റിന്റെ വാൽഭാഗത്ത് ബാറ്ററി ഉണ്ടാവും. ആ ബാറ്ററി വെച്ച് നമ്മുടെ അടുത്തുള്ള റേഡിയോയിൽ കണക്ഷൻ ചെയ്ത് നമുക്ക് ആരോടെങ്കിലും ഹെൽപ്പ് ചോദിക്കാം, അങ്ങനെ നമുക്ക് രക്ഷപ്പെടാമെന്ന് പറയും. എന്നിട്ട് ഫ്ലൈറ്റ് ആക്സിഡന്റ് ആയ സമയത്ത് ഫ്ലൈറ്റിന്റെ വാൽഭാഗം മാത്രം വേറൊരു സ്ഥലത്തേക്ക് തെറിച്ച് വീണിരുന്നല്ലോ. ആ സ്ഥലം നോക്കി കുറച്ചു പേര് നടന്നുപോയി. കുറച്ച് ദൂരത്തേക്ക് നടന്നുപോയ ശേഷം നുമ തിരിഞ്ഞു നോക്കിയത് കണ്ട് കൂടെയുള്ളവരും എന്താ നോക്കുന്നത് എന്ന് ചോദിച്ചതിന് നുമയും
നമ്മുടെ ഫ്ലൈറ്റ് വീണ സ്ഥലം എനിക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ചു ദൂരം മാറി നിന്ന് നോക്കുന്ന ഇവർക്ക് ആ ഫ്ലൈറ്റ് ഉള്ള സ്ഥലം കാണാൻ കഴിയുന്നില്ലെങ്കിൽ ആകാശത്തു കൂടെ പറന്നു പോകുന്ന റെസ്ക്യൂ ടീമിന് എങ്ങനെ ഈ ഫ്ലൈറ്റ് കാണാൻ കഴിയും? അതുകൊണ്ടാണ് അവർ ആകാശത്ത് തന്നെ വട്ടമിട്ട് പറന്നത്. കൂടാതെ ഇവർ നിൽക്കുന്ന സ്ഥലത്ത് മഞ്ഞ് വീഴാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അവർ തിരിച്ചു പോന്നു. അങ്ങനെ ഇവർ ഈ സ്ഥലത്ത് കുടുങ്ങിയിട്ട് 6 ദിവസമായി. ഇത്രയും ദിവസമായിട്ട് കുറച്ചായി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണവും തീർന്നുപോയി. വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഫ്ലൈറ്റിന്റെ പെയിന്റ് ചുരണ്ടി തിന്നുന്നുണ്ട്. അതുപോലെ തന്നെ പരിക്ക് പറ്റിയത് ഉണങ്ങുന്ന സ്ഥലത്ത് ഒരു പൊറ്റ പോലെ ഉണ്ടാവുമല്ലോ, അതും പറിച്ചെടുത്ത് കഴിക്കാൻ തുടങ്ങി. അതിനുശേഷം പുറത്തിരുന്ന 2 പയ്യന്മാര് സംസാരിക്കുന്നുണ്ട്. നണ്ടോ എന്ന പയ്യൻ പറയും, എനിക്ക് വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല, എനിക്ക് ജീവനോടെ ഇരിക്കണം, അതിനു വേണ്ടി വന്ന പുറത്ത് കിടക്കുന്ന ശവങ്ങളെയും ഞാൻ തിന്നാൻ മടിക്കില്ല എന്ന് പറഞ്ഞു. ഇവരെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ഇവർക്കിടയിൽ ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരുന്നു. അപ്പോഴേക്കും നേരമിരട്ടി. എന്നത്തെയും പോലെ എല്ലാവരും തണുത്ത് വിറച്ചിരുന്നു. ആ സമയത്ത് ഇന്നേക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് 7 ദിവസമായി. പുറത്ത് പ്രോട്ടീൻ ഉണ്ട്, അത് കഴിക്കാമെന്ന് ചിലർ പറയുന്നുണ്ട്. ഇനി 2 ദിവസം കൊണ്ട് ആ റെസ്ക്യൂ ടീം വന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നവരുണ്ട്. വേറൊരുത്തൻ എനിക്ക് യൂറിൻ പോകുന്നത് ബ്ലാക്ക് കളറായിട്ടാണെന്ന് പറയുന്നു. ദൈവം നമ്മളോട് ക്ഷമിക്കോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മരിച്ചുപോയ 11 പേരും ഇവരുടെ റിലേറ്റീവ്സോ ഇവർക്ക് പരിചയമുള്ളവരോ ആണ്. അവരെ ആര് വെട്ടും, എങ്ങനെ കഴിക്കും എന്നുള്ള ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് 2-3 പേര് മുന്നോട്ട് വന്നെങ്കിലും എന്നാൽ നിങ്ങളത് ചെയ്താലും അത് ഞങ്ങൾ കഴിക്കില്ല എന്ന് ചിലര് പറഞ്ഞു. അങ്ങനെ അതിനെ ചൊല്ലി വാക്കുതർക്കം നടന്നെങ്കിലും അവസാനം ആ മീറ്റ് ആരും കഴിക്കുന്നില്ല എന്ന് തീരുമാനമായി. നെക്സ്റ്റ് ഡേ രാവിലെയായി. വിശപ്പ് താങ്ങാൻ കഴിയാതെ അവിടെയുള്ള ഷൂസിന്റെ ലേസും ഒക്കെ എടുത്ത് കഴിക്കാൻ ആരംഭിച്ചു. അത് മാത്രമല്ല നണ്ടുവിന്റെ അനിയത്തി പരിക്ക് പറ്റി വല്ലാതെ അവശയായി കിടന്നിരുന്നല്ലോ. അവളും ഇപ്പോ ഈ തണുപ്പ് സഹിക്കാൻ കഴിയാതെ മരിച്ചുപോയി. അങ്ങനെ 8ാമത്തെ ദിവസമായി. 27 പേരാണ് ജീവനോടെയുള്ളത്. പ്രധാനപ്പെട്ട കാര്യം, ആരും ഇത്രയും ദിവസമായിട്ട് മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല. എല്ലാം കൊണ്ടും വളരെ മോശമായ അവസ്ഥയിലായിരുന്നു അവർ. 9ാമത്തെ ദിവസമായി. വിശന്നിട്ട് എല്ലാവരും കൺഫസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മടിയും കൂടാതെ എന്റെ മാംസം കഴിക്കണമെന്ന് ഓരോരുത്തരായി പറയാൻ തുടങ്ങി. എന്നിട്ടിപ്പോ വേറെ വഴിയില്ലാതെ പുറത്ത് കിടക്കുന്ന ഡെഡ് ബോഡി കഴിച്ച് മാത്രമേ വിശപ്പകറ്റാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കി എല്ലാവരും പുറത്തേക്ക് ഓടിച്ചെന്ന് ആ ഡെഡ് ബോഡികളിലെ മാംസം കഴിക്കാൻ തുടങ്ങി. എങ്കിൽ മാർസിലോയും നുമയും വേറൊരു കപ്പിളും ആ മാംസം കഴിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഫ്ലൈറ്റിൽ തന്നെ ഇരുന്നു. അതിനുശേഷം മറ്റുള്ളവർക്ക് ആ മീറ്റ് കഴിക്കുന്നത് നോർമലായി. 3 പേര് ആ മീറ്റ് വെട്ടിക്കൊണ്ടുവന്ന് കൊടുക്കും. അത് മറ്റുള്ളവർ കഴിക്കും. അതായത് ആരെയാണ് വെട്ടുന്നത് എന്ന് ആ 3 പേർക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം ആരെയാണ് വെട്ടുന്നത് എന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ അതവർക്ക് വളരെ വിഷമമാകും എന്നുള്ളത് കൊണ്ട് ആ രഹസ്യം ഇവർ മാത്രം സൂക്ഷിച്ചു. അതിനുശേഷം ഫ്ലൈറ്റ് ക്രാഷായി വീണതുകൊണ്ട് ലഗേജ് എല്ലാം അവിടെവിടെയായി വീണ് ചിതറി കിടക്കുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ അതിൽ നിന്നൊരു റേഡിയോ കിട്ടി. അത് ഒരുത്തൻ ശരിയാക്കി അവരുടെ നാട്ടില് എന്താണ് നടക്കുന്നത് എന്ന് അറിയുവാനായി ട്രൈ ചെയ്ത് നോക്കും. അതേസമയം നുമ മാത്രം ആ മീറ്റ് കഴിക്കാതിരുന്നു. സോ ആ മീറ്റ് മഞ്ഞിൽ പൊതിഞ്ഞ് പ്ലീസ് ഡാ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കഴിക്കുകയെന്ന് പറഞ്ഞ് ഒരു ഫ്രണ്ട് കൊണ്ടുവന്ന് കൊടുത്തെങ്കിലും നുമ അത് കഴിച്ചില്ല. അപ്പോഴാണ് പുറത്തു നിന്നവർ അലറുന്ന സൗണ്ട് കേട്ടത്. നുമ എങ്ങനെയൊക്കെയോ പുറത്തേക്ക് വന്ന് കാര്യം തിരക്കി. അപ്പോൾ റേഡിയോയിൽ ഒരു ന്യൂസ് അനൗൺസ്മെന്റ് കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ 10 ദിവസമായിട്ട് കാണാതായ ആ ഫ്ലൈറ്റ് റെസ്ക്യൂ ടീം അന്വേഷിച്ചു വന്നിരുന്നു. എന്നാൽ ഇത്രയും ദിവസമായിട്ട് അവരെ കണ്ടുപിടിക്കാൻ കഴിയാത്തത് കൊണ്ട് ഗവൺമെന്റ് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ ക്യാൻസൽ ചെയ്യാൻ പോകുന്നു എന്ന പോലെ ഒരു ന്യൂസ് ആയിരുന്നു അത്. ഇത് കേട്ടതും ആരെങ്കിലും ഇവരെ രക്ഷിക്കാൻ വരും എന്ന ഇവരുടെ വിശ്വാസം അവസാനിച്ചു. ആ റേഡിയോ ന്യൂസിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി 33 ഫ്ലൈറ്റ് ആക്സിഡന്റ് ഇതേ സ്ഥലത്ത് നടന്നിട്ടുണ്ട്. എന്നാൽ അവരെ രക്ഷിക്കാനോ കണ്ടെത്താനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അതുമാത്രമല്ല ഇപ്പോൾ ആക്സിഡന്റിൽ കാണാതായവരെ ഇനി അന്വേഷിക്കണമെങ്കിൽ ഫെബ്രുവരി മാസത്തിന് ശേഷം തണുപ്പ് കുറഞ്ഞതിന് ശേഷമേ അന്വേഷിക്കാൻ കഴിയൂ എന്ന പോലെയും പറഞ്ഞു. ഇവരുടെ എല്ലാ വിശ്വാസവും നഷ്ടമായി. ഇനി ഇവർക്ക് ജീവൻ നിലനിർത്തണമെങ്കിൽ പുറത്ത് കിടക്കുന്ന മരിച്ച മനുഷ്യരുടെ മീറ്റ് കഴിച്ചേ മതിയാവുള്ളൂ. ഇനിയും നമ്മൾ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് നുമ അവന്റെ കൂടെ 2 പേരെയും കൂട്ടി ഫ്ലൈറ്റിന്റെ വാൽഭാഗം വീണ സ്ഥലത്തേക്ക് പോയി ബാറ്ററി അന്വേഷിക്കാനായി പുറപ്പെട്ടു. ആ ബാറ്ററി റേഡിയോയിൽ കണക്ട് ചെയ്ത് എന്തെങ്കിലും ഹെൽപ്പ് കിട്ടുമോ എന്നാണ് ഇവർ നോക്കുന്നത്. അങ്ങനെ അവർ ഒരുപാട് നടന്നു. ആ സ്ഥലത്ത് ഇവർക്ക് മുട്ടിനു മേലെ മഞ്ഞുണ്ടായിരുന്നു. നല്ല തണുപ്പും മഞ്ഞുകാറ്റും വീശുന്നുണ്ട്. ഇവരവിടെ പെട്ടുപോയി എന്ന് തന്നെ പറയാം.
പിറ്റേ ദിവസം ഇവർ മരിച്ചുപോയി കാണും എന്ന് കരുതിയ ഇല്ല, മരിച്ചിട്ടില്ല. എന്നാൽ ആ കൊടും തണുപ്പിൽ ശരീരം മൊത്തം മരവിച്ചു പോയിരുന്നു. അങ്ങനെ അവർ ആ ഫ്ലൈറ്റിന്റെ ഒരു ഭാഗമെടുത്ത് താഴേക്ക് മഞ്ഞിൽ നിരങ്ങി വന്നു. അതിനുശേഷം നുമയ്ക്ക് വീണ്ടും ഒരു മീറ്റ് എടുത്തു കൊടുത്ത് കഴിക്കാൻ പറയും. അവനത് കയ്യിൽ വാങ്ങി മണിക്കൂറുകളോളം കഴിക്കണോ വേണ്ടയോ എന്ന് നോക്കിയിരുന്നു. അവസാനം ടാബ്ലറ്റ് കഴിക്കുന്നത് പോലെ ആ മീറ്റ് വിഴുങ്ങി. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. 17 ദിവസമായി. അതുകൊണ്ട് എത്ര നാള് ഇതുപോലെ ഇങ്ങനെ കരഞ്ഞു കിടക്കും? സോ എല്ലാവരും മനസ്സ് തുറന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയ ആദ്യം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചതിന് ഒരുത്തൻ എനിക്കാദ്യം എൻ്റെ അമ്മയെ കാണണമെന്ന് പറയും. വേറൊരുത്തൻ എൻ്റെ ഗേൾഫ്രണ്ടിനെ കാണണമെന്ന് പറഞ്ഞു. വേറെ ചിലര് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയാൽ വയറ് പൊട്ടുന്നത്രയും ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ സംസാരിച്ച് കുറച്ച് സന്തോഷിക്കുന്ന സമയത്ത് പുറത്തു നിന്ന് എന്തോ ഒരു സൗണ്ട് കേട്ടു. അതെന്ത് സൗണ്ടാണെന്ന് നോക്കുന്നതിന് മുൻപ് തന്നെ വലിയൊരു മഞ്ഞുമല ഇടിഞ്ഞ് ഇവർ ആ മഞ്ഞിനകത്ത് പെട്ടുപോയി. എന്നിട്ട് അതിനകത്ത് നിന്ന് പുറത്തു കടന്നവർ ബാക്കിയുള്ളവരെയും രക്ഷിക്കാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. ഒന്നിനു പുറകെ ഒന്നായി ദൈവം ഇവരെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ അകത്ത് പെട്ടുപോയവരെ ഇവർ വലിച്ചു പുറത്തേക്കിട്ടു. ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കടക്കണമെന്ന് ചിന്തിക്കുന്നതിനുള്ളിൽ തന്നെ വീണ്ടും ഒരു മഞ്ഞുകാറ്റ് വീശി എല്ലാവരെയും മൂടി. അവിടുന്ന് കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് എല്ലാവരും ഒരു ഫ്ലൈറ്റിനകത്ത് കുടുങ്ങിക്കിടക്കുന്നതാണ്. പുറത്തേക്ക് പോകാനായി ഒരു വഴി പോലുമില്ല. എല്ലാ സൈഡും അടഞ്ഞു കിടന്നിരുന്നു. ജീവനോടെയുള്ളവർ പേര് പറയെന്ന് പറയുമ്പോൾ ആ സംഭവത്തിൽ 2 പേരും മരിച്ചുപോയിരുന്നു. ആ മരിച്ചവരിൽ ഇവരുടെ ടീം ക്യാപ്റ്റൻ മാർസലോയും ഉണ്ടായിരുന്നു. അത് മാത്രമല്ല അപ്പോഴേക്കും 8 പേരും മരിച്ചിരുന്നു. അങ്ങനെ ജീവനോടെയുള്ളവർ നുമയോട് നമ്മൾ ഇനി എന്ത് ചെയ്യും? ഇവിടെ കിടന്ന് മരിക്കാൻ പോവാണോ? നമുക്ക് എപ്പോ പുറത്തു പോകാൻ കഴിയും എന്നൊക്കെ ചോദിക്കുന്നതിന് ഈ മഞ്ഞുകാറ്റ് അവസാനിക്കുന്ന വരെ നമ്മൾ ഇവിടെ തന്നെ ഇരുന്നേ മതിയാവുള്ളൂ എന്ന് പറയും. അടുത്ത ദിവസമായി, അതായത് 18ാമത്തെ ദിവസം. ഇപ്പോ ഇവർക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മനുഷ്യ ശവങ്ങളുടെ മീറ്റ് വെട്ടിക്കൊണ്ടിരുന്ന ആ പയ്യന്മാരും മരിച്ചുപോയിരുന്നു. അവരുണ്ടായിരുന്നത് വരെ അവർ കൊടുത്ത മീറ്റ് ആരുടേതാണെന്ന് പോലും അറിയാതെ കഴിച്ചിരുന്നു. എന്നാൽ ഇനി അവർക്ക് ആ മീറ്റ് ഡയറക്റ്റ് എടുത്ത് കഴിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ വേറെ വഴിയില്ല, ഇത് ചെയ്തേ പറ്റുള്ളൂ എന്നതിനാൽ റോബർട്ടോ മുന്നിട്ടിറങ്ങി. നുമയ്ക്കും ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. എന്നിട്ട് എങ്ങനെയെങ്കിലും പുറത്തു കടക്കണം എന്നുള്ളത് കൊണ്ട് അവിടെയുള്ള മഞ്ഞെല്ലാം എടുത്ത് പുറത്തേക്കിടാൻ ശ്രമിച്ചു. അവിടെയുള്ള ഗ്ലാസ് പൊട്ടിക്കാനായി ആഞ്ഞു ചവിട്ടി. അപ്പോൾ ഗ്ലാസ് കാലിൽ കുത്തി മുറിവ് പറ്റുന്നുണ്ട്. എന്നാൽ അങ്ങനെ സംഭവിച്ചെങ്കിലും ഗ്ലാസ് പൊട്ടിച്ചതുകൊണ്ട് അവർക്ക് പുറത്തേക്ക് വരാനായിട്ടുള്ള വഴി കിട്ടി. അങ്ങനെ കഷ്ടപ്പെട്ട് ആ മഞ്ഞ് നീക്കി മാറ്റി അവർ ഓരോരുത്തരായി പുറത്തേക്ക് വന്നു. പുറത്തെത്തിയതും അവർക്ക് സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല. പിക്നിക്കിന് വന്നതുപോലെ അവർ ആ മഞ്ഞ് വലിച്ചെറിഞ്ഞ് കളിച്ചു. അതിനുശേഷം മഞ്ഞിനിടയിൽ പെട്ടുപോയ ആ ഫ്ലൈറ്റിനെ കുറച്ചായി തോണ്ടി മഞ്ഞ് മാറ്റി പുറത്തേക്ക് എടുത്തു. ഇപ്പോൾ നുമയുടെ പരിക്ക് പറ്റിയ കാലും കാണിക്കുന്നുണ്ട്. കാലിന് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്. എന്നാൽ ഈ കാര്യം അവൻ ആരോടും പറഞ്ഞില്ല. അതിനുശേഷം ഇവർ വീണ്ടും ആ ബാറ്ററീസ് അന്വേഷിച്ച് പോകാമെന്ന് തീരുമാനിക്കും. പക്ഷെ ഇപ്പൊ പോവണ്ട, നമ്മൾ ഒന്നും പ്ലാൻ ചെയ്യാതെ പോയതുകൊണ്ടാണ് അന്ന് നമ്മൾ മഞ്ഞിൽ പെട്ടുപോയത്. 2 ആഴ്ച കഴിഞ്ഞിട്ട് പോകാമെന്ന് പറയും. അതിന് നുമയും സമ്മതിക്കും. അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. 34 ദിവസം കഴിഞ്ഞു. അതിനോടൊപ്പം കുറെ പേർക്ക് പരിക്കുകൾ പറ്റിയിരുന്നല്ലോ. അവർക്കെല്ലാം ഇൻഫെക്ഷനായി ഓരോരുത്തരായി മരിച്ചു പോകുന്നുണ്ട്. അതിനുശേഷം നുമയും റോബർട്ടോയും വേറെ 2 പേരും ചേർന്ന് ആ ബാറ്ററി അന്വേഷിച്ച് വീണ്ടും പുറപ്പെട്ടു. അങ്ങനെ കുറെ ദൂരം പിന്നിട്ടു. എന്നാൽ നുമയ്ക്ക് കാലിന് ഇൻഫെക്ഷൻ വന്നതുകൊണ്ട് തന്നെ തുടർന്ന് നടക്കാൻ കഴിഞ്ഞില്ല. ഇവന്റെ അവസ്ഥ കണ്ട റോബർട്ടോയും നിന്നെ തിരിച്ചു കൊണ്ടാക്കാമെന്ന് പറഞ്ഞെങ്കിലും നുമയും ഞാൻ കാരണം ഈ പ്ലാൻ മുടങ്ങരുത്, ഞാൻ ഒറ്റയ്ക്ക് തിരിച്ചു പോയിക്കോളാമെന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് തിരിച്ചു നടന്നു. പോയവരുടെ ഒരു വിവരവും അറിയാത്തത് കൊണ്ട് നുമയും മറ്റുള്ളവരും തീർച്ചയായും അവർ തിരിച്ചു വരും എന്ന വിശ്വാസത്തിലായിരുന്നു. നെക്സ്റ്റ് ഡേ നുമ കണ്ണു തുറന്നു നോക്കുമ്പോൾ മുന്നിൽ നണ്ടു ഉണ്ടായിരുന്നു. അവൻ നുമയോട് ഞങ്ങളത് കണ്ടുപിടിച്ചു, അതിൽ ബാറ്ററി ഉണ്ടായിരുന്നു, ഒരുപാട് ലഗേജുകളും ഉണ്ടായിരുന്നു, അതിൽ സ്വെറ്ററുകളും വൈൻ ബോട്ടിലും കുറച്ച് സിഗരറ്റുകളും ഉണ്ടായിരുന്നു എന്ന് പറയും. ഇപ്പൊ ഇവരുടെ പ്ലാൻ എന്താന്ന് വെച്ചാൽ അത്രയും വലിയ ബാറ്ററി എടുത്ത് ഇവർക്ക് തിരിച്ചു നടന്നു വരാൻ കഴിയില്ല. അതുകൊണ്ട് ഇവരുടെ അടുത്തുള്ള ആ ചെറിയ റേഡിയോ എടുത്ത് അവിടേക്ക് പോവാം, എന്നിട്ട് റേഡിയോ ശരിയാക്കാൻ നോക്കാമെന്ന് പ്ലാൻ ചെയ്യും. അങ്ങനെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് ഫ്ലൈറ്റിന്റെ വാൽഭാഗം നോക്കി പോവും. അങ്ങനെ 2-3 ദിവസം കഷ്ടപ്പെട്ട് ആ റേഡിയോ ശരിയാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതിന് സാധിക്കുന്നില്ല. നുമയ്ക്കാണെങ്കിൽ അവന്റെ ശരീരം മൊത്തം ഇൻഫെക്ഷൻസ് നിറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന മീറ്റും കഴിഞ്ഞുപോയി. അതുകൊണ്ട് അവിടെയുള്ള എല്ലുകൾ കടിച്ച് വിശപ്പ് മാറ്റി. നുമ ഒന്നും കഴിക്കാതിരിക്കുന്നത് കണ്ട ഫ്രണ്ട് വന്ന് പ്ലീസ് ഡാ ഇത് കഴിക്ക്, നിനക്ക് ജീവിക്കണം എന്ന് ആഗ്രഹമില്ലേ എന്ന് ചോദിച്ചതിന് നുമയും പിന്നെ അല്ലാതെ എനിക്ക് 24 വയസ്സേ ആയിട്ടുള്ളൂ, ലൈഫിൽ എന്തൊക്കെ നേടണമെന്ന് കരുതിയാണ് എൻ്റെ അമ്മയെ കാണണം, കൂടപ്പിറപ്പുകളെ കാണണം, കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്നാൽ ഇനി അതൊന്നും നടക്കാൻ പോകുന്നില്ല, ഞാൻ മരിക്കാൻ പോകും
പോകുന്നു എന്ന് പറഞ്ഞ് അലറിക്കരഞ്ഞു. ഇപ്പുറത്ത് റേഡിയോ നന്നാക്കാനായിട്ട് 2-3 പേര് പോയിരുന്നല്ലോ. അവർക്ക് അവിടെ നിന്ന് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു കവർ കിട്ടി. അത് സേഫായിട്ട് അവർ എടുത്തു വെച്ചു. എന്നിട്ട് അവർ ശരിയാക്കാൻ വന്ന റേഡിയോ അവർക്ക് ശരിയാക്കാൻ കഴിഞ്ഞില്ല. എല്ലാം പുകഞ്ഞുപോയി. ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി നിരാശയോടെ അവർ വന്ന സ്ഥലത്തേക്ക് തന്നെ മടങ്ങി വന്നു. എന്നിട്ട് ഇവർക്ക് കിട്ടിയ വാട്ടർ പ്രൂഫ് കവർ വെച്ച് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിച്ചു. തണുപ്പിൽ നിന്ന് രക്ഷ നേടാനായി ഒരു ബാഗ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. 54 ദിവസമായി. ഇപ്പോൾ റേഡിയോയിൽ 2 മാസം മുൻപ് ഫ്ലൈറ്റിൽ കാണാതായവരെ വീണ്ടും അന്വേഷിച്ച് പോകാൻ പോകുന്നു എന്നൊരു ന്യൂസ് കേട്ടു. ഇത് കേട്ട് എല്ലാവർക്കും ദേഷ്യം വന്നു. അവരുടെ പ്ലെയിന് നമ്മുടെ തലയ്ക്ക് മേലെ കൂടിയാണ് പറന്നു പോയത്. അപ്പോൾ കണ്ടുപിടിക്കാൻ കഴിയാത്തവരാണോ ഇനി കണ്ടുപിടിക്കാൻ വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു. നുമ വല്ലാതെ അവശനായി കഴിഞ്ഞിരുന്നു. അതിനുശേഷം ഇവരുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവരൊരു ഫോട്ടോ എടുത്തിരുന്നല്ലോ. അതുപോലെ ഇവർ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് നിന്ന് പല പോസുകളിൽ ഫോട്ടോസ് എടുത്തു. ഇങ്ങനെ ഓരോന്ന് ചെയ്ത് അവർ സന്തോഷം കണ്ടെത്തി. അതിനുശേഷം നുമ നണ്ടുവിനോട് ഞാൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ശരീരം നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട നണ്ടുവും നീ എന്താ ഈ പറയുന്നത്, അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞതിന് നുമയും ഇല്ലടാ ഞാൻ മരിക്കാൻ പോവാണെന്ന് എനിക്ക് തന്നെ നന്നായി അറിയാം, നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടുമല്ലോ എന്ന സന്തോഷം മാത്രമേ എനിക്കുള്ളൂ എന്ന് പറയും. അങ്ങനെ ഒരു ദിവസം കൂടി കടന്നുപോയി. നെക്സ്റ്റ് ഡേ രാവിലെ എല്ലാവരും എഴുന്നേറ്റ് നോക്കുമ്പോൾ നുമ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. അവന്റെ കയ്യിൽ ഒരു നോട്ടും ഉണ്ടായിരുന്നു. അതിൽ ഞാൻ മരിച്ചുപോയ എന്റെ മീറ്റ് നിങ്ങൾ ഉപയോഗിച്ചോളൂ എന്ന് എഴുതിയിരുന്നു. അതിനുശേഷം ഈ റോബർട്ടോ എന്താ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ റേഡിയോ നന്നാക്കുന്ന കാര്യം നടക്കില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് ഇവരെ കൊണ്ട് എത്ര ദൂരം നടന്നു പോകാൻ പറ്റുമോ അത്രയും ദൂരം നടന്നുപോയി അവിടെ അടുത്ത് ഏതെങ്കിലും ഗ്രാമമോ വേറെ എയർപോർട്ടോ ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് ഇൻഫോം ചെയ്ത് ഇവിടെയുള്ളവരെ രക്ഷിക്കാമെന്ന് പ്ലാൻ ചെയ്തു. എന്നാൽ ഇതത്ര എളുപ്പമുള്ള പ്ലാൻ അല്ല. അതുകൊണ്ട് തന്നെ നുമയുടെ മീറ്റ് എടുത്ത് അവരൊരു കവറിൽ കെട്ടി ഇവരെടുത്തോണ്ട് വന്ന ജാക്കറ്റുകൾ ലെയറാക്കി ധരിച്ച് എല്ലാവരെയും രക്ഷിച്ചേ മതിയാവൂ എന്ന വിശ്വാസത്തിൽ യാത്ര തുടർന്നു. ആ യാത്രയിൽ രാവും പകലും നോക്കാതെ മഞ്ഞും കാറ്റും വകവയ്ക്കാതെ അവർ മുന്നോട്ട് തന്നെ നടന്നു. അങ്ങനെ ഒരു ഹൈറ്റിലുള്ള മലയുടെ മേലെ നിന്ന് നോക്കിയപ്പോൾ കണ്ണെത്താ ദൂരത്തോളം മഞ്ഞും മലയും മാത്രമേ അവർക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. തിരികെ പോകാൻ അവർക്ക് മനസ്സ് വന്നില്ല. ഇനിയും 10-12 ദിവസം നടന്നാലേ ഈ മഞ്ഞുമലകൾ കടക്കാൻ കഴിയുള്ളൂ എന്ന് ഇവർക്ക് മനസ്സിലായി. ഇവരുടെ അടുത്ത് ഭക്ഷണവും കുറവാണ്. അതുകൊണ്ട് 3 പേര് 2 പേരോട് യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞ് ഭക്ഷണവും കൊടുത്ത് ഒരുവൻ തിരിച്ചു വന്നു. അവൻ നടന്ന കാര്യങ്ങളൊക്കെ അവിടെയുള്ള പാസഞ്ചേഴ്സിനോട് വന്ന് പറഞ്ഞു. അങ്ങനെ കൊടും തണുപ്പിലും അവരുടെ വേദനകളെല്ലാം മറന്ന് അവർ മുന്നോട്ട് തന്നെ കഷ്ടപ്പെട്ട് നടന്നു. ഇവരനുഭവിച്ച കഷ്ടപ്പാട് ഞാൻ പറയുമ്പോൾ എത്രത്തോളം അത് നിങ്ങൾക്ക് കൺവേ ആവുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. എന്നാലും അത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഭയം തോന്നും. അങ്ങനെ അവർ മലകൾ താണ്ടി കുറെ പാറക്കൂട്ടത്തിനടുത്തെത്തി. എന്നിട്ട് ഇവർ കൊണ്ടുവന്ന മീറ്റ് ചീത്തയായിട്ടുണ്ടെങ്കിലും അത് അവർ കഴിച്ചു. പക്ഷെ അവർക്ക് വൊമിറ്റിംഗ് വന്നു. എങ്കിലും അവസാനം സ്വർഗത്തിലേക്ക് എത്തിയതുപോലെ അവിടെ ചെറിയൊരു അരുവി കണ്ടു. അതിലെ വെള്ളം ദാഹം തീരുവോളം അവർ കുടിച്ചു. അപ്പോഴാണ് ദൈവത്തെ പോലെ അവിടെ ഒരു മനുഷ്യൻ കുതിരപ്പുറത്തിരിക്കുന്നത് കണ്ടത്. ഇവരും രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ഉറക്കെ പറഞ്ഞു. ആ ആളും കാര്യം എന്താണെന്ന് ഒരു ചെറിയ പേപ്പറിൽ എഴുതി ഇവർക്ക് ഇട്ടുകൊടുത്തു. അപ്പോൾ ഇവര് ഫ്ലൈറ്റ് ക്രാഷായ കാര്യവും അവിടെ ഒരുപാട് പേര് ഇപ്പോഴും ജീവനോടെ ഉള്ള കാര്യവും ഇവര് 10-12 ദിവസം ഭക്ഷണം കഴിക്കാതെയാണ് ഇവിടേക്ക് എത്തിയത് എന്ന കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തു. അതിനുശേഷം ആ കാര്യം ഗവൺമെന്റ് അറിഞ്ഞു. അതുകൊണ്ട് ആർമി ടീമിനെല്ലാം ഇറക്കി ഇവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് തീരുമാനമെടുത്തു. ആ ഗ്യാപ്പിൽ നണ്ടോയും റോബർട്ടോയും ഒരു വീട്ടിൽ കയറി അവരുടെ ആഗ്രഹം തീരുന്നത് വരെ ഭക്ഷണം കഴിച്ചു. അങ്ങനെ ആർമിയും ഇവർ കുടുങ്ങിയ ആ ലൊക്കേഷൻ പോയിട്ട് എല്ലാവരെയും രക്ഷിക്കും. ഇപ്പോൾ ഹെലികോപ്റ്ററിൽ നിന്ന് ഒരു വീഡിയോ എടുക്കുന്നത് പോലെ ഒരു ഷോട്ട് ഉണ്ട്. അതിൽ നമ്മൾ കാണുന്ന എല്ലാവരും റിയൽ ആയിട്ട് ആ സ്ഥലത്ത് കുടുങ്ങിയവരാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. 72 ദിവസം ശരിയായ ഭക്ഷണമില്ലാതെ ശവങ്ങളെ തന്ന് ജീവൻ നിലനിർത്തിയെങ്കിൽ അത് വലിയൊരു സംഭവം തന്നെയാണ്. അവസാനം ഇപ്പൊ എല്ലാവരെയും രക്ഷിച്ചു. 45 പേര് പോയ ആ ട്രിപ്പിൽ ഇപ്പൊ ജീവനോടെ രക്ഷിച്ചത് വെറും 16 പേരെയാണ്. ബാക്കിയുള്ളവരെല്ലാവരും മരിച്ചുപോയി. ഈ കാണാതായവരെല്ലാം മരിച്ചു പോയിട്ടുണ്ട് ഉണ്ടാവും എന്നായിരുന്നു അവരുടെ ബന്ധുക്കൾ കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അവർ ജീവനോടെ വന്നത് കണ്ട് ഫാമിലിക്കും സന്തോഷം അടക്കാൻ കഴിയുന്നില്ല. എന്നാലും അവർ ആ ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും അവർക്ക് അവരുടെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒരുപാട് ട്രീറ്റ്മെന്റുകളൊക്കെ എടുത്ത ശേഷമാണ് അവർ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വന്നത്. അങ്ങനെ ഈ സിനിമ അവസാനിക്കും. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.